ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പനീർ ബട്ടർ മസാല. അപ്പോൾ ആദ്യം പനീർ എടുത്ത് വെള്ളം ഒഴിക്കണം. എന്നിട്ട് കുറച്ച് അതിനെ അങ്ങനെ വെക്കണം. അപ്പോൾ ഇനി അടുത്തേക്ക് ഓയിൽ ഒഴിച്ചിട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും ഇടണം. അതിന് ശേഷം അത് അവിടെ കിടന്ന് പൊരിയണം. അത് പൊരിച്ച് കഴിഞ്ഞിട്ട് സവാള വഴറ്റണം. അതിന് ശേഷം തക്കാളി ഇടണം. എന്നിട്ട് അതെല്ലാം കൂട്ടി പൊരിക്കണം. ഇത് വാട്ടിയതിന് ശേഷം മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല ഇട്ട് കൊടുക്കണം. എന്നിട്ട് മുളക് പൊടിയും ഇടണം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അത് എല്ലാം ഇട്ട് വഴറ്റണം. എന്നിട്ട് കുറച്ച് കാഷ്യൂവും ഇട്ട് കൊടുക്കണം. മിക്സിയിലിട്ട് അടിച്ച ശേഷം ഇതിനെ അരിച്ചെടുക്കണം. എന്നിട്ട് ബട്ടർ പാനിലേക്ക് ഒഴിക്കണം. എന്നിട്ട് ഏലക്കയും ഗ്രാമ്പും കൂടി ആ ബട്ടർ ഒഴിച്ച പാനിലേക്ക് ഇടണം. എന്നിട്ട് നേരത്തെ മിക്സിയിൽ അടിച്ച ഇത് എടുത്ത് അതിലേക്ക് ഒഴിക്കണം. എന്നിട്ട് കുറച്ച് നേരത്തേക്ക് മൂടി വെക്കണം. ആവശ്യത്തിന് ഉപ്പും പഞ്ചസാരയും ഇട്ട് കൊടുക്കണം. എന്നിട്ട് വെള്ളത്തിൽ മുക്കി വെച്ച പനീർ എടുത്ത് പാനിലേക്ക് ഇടണം. എന്നിട്ട് പനീർ അതിൽ കിടന്ന് വെന്ത് നല്ലതാവുമ്പോൾ നമുക്ക് എടുക്കാം. എന്നിട്ട് ഫ്ലെയിം കുറച്ചിട്ട് ഫ്രഷ് ക്രീം ഒഴിക്കണം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പനീർ ബട്ടർ മസാല റെഡി. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.